إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما സ്നേഹമുള്ള സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു തആല യഥാർത്ഥ മുഅ്മിനായി മുത്തഖിയായി കൊണ്ട് ജീവിച്ച് അങ്ങനെ തന്നെ ഈ ലോകത്തോട് വിട പറയുന്ന നല്ലവരിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞയാഴ്ച ബിദ്അത്തുകളെ സംബന്ധിച്ച് ബിദ്അത്തിന്റെ ഗൗരവവും ബിദ്അത്ത് സമൂഹത്തിൽ കടന്നു വരുന്നതും അതിനെ എങ്ങനെയാണ് വിശ്വാസികൾ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ മനസ്സിലാക്കേണ്ടത് എന്നതുമാണ് നമ്മൾ മനസ്സിലാക്കിയത്. മഹാനായ സുഫിയാനു സൗരി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഒരു വാചകം ബിദ്അത്തുകളുടെ ഗൗരവത്തെ സംബന്ധിച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു വചനമാണ്. അദ്ദേഹം പറയുകയാണ്, അൽ ബിദ്അതു അഹബ്ബു ഇലാ ഇബ്ലീസിൻ മിനൽ മഅസിയ്യ. ഇബ്ലീസിന് ഒരു മഅസിയത്തിനേക്കാൾ, ഒരു തെറ്റിനേക്കാൾ, നമ്മൾ കാണുന്ന ഒരുപാട് തെറ്റുകളുണ്ടല്ലോ, ആ തെറ്റുകളെക്കാളും ഇബ്ലീസിന് ഏറ്റവും ഇഷ്ടം ബിദ്അത്താണ് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, അൽ മഅസിയ്യതു യുതാബു മിൻഹാ. ഒരു തെറ്റ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ആ തെറ്റ് മനസ്സിലാക്കിയിട്ട് ഞാൻ ഇങ്ങനെ ചെയ്തല്ലോ എന്ന് വിചാരിച്ച് പിന്നീട് ആ തെറ്റ് ചെയ്ത ആള് അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങും. എന്നാൽ വൽ ബിദ്അതു ലാ യുതാബു മിൻഹാ, ബിദ്അത്ത് ചെയ്യുന്നവർ അല്ലാഹുവിനോട് തൗബ ചെയ്യുകയില്ല. കാരണം എന്താ? ബിദ്അത്ത് ചെയ്യുന്ന ആളുകൾ വിചാരിക്കുന്നത് ഞാൻ നല്ലതല്ലേ ചെയ്യുന്നത്,
ഞാൻ ദിക്റല്ലേ ചൊല്ലുന്നത്, സ്വലാത്തല്ലേ ചൊല്ലുന്നത്, നോമ്പല്ലേ എടുക്കുന്നത് എന്ന് നല്ല വിചാരത്തോടു കൂടിയാണ് ബിദ്അത്ത് ചെയ്യുന്നവരൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബിദ്അത്ത് ചെയ്യുന്ന ഒരാൾ ഒരിക്കലും അള്ളാഹുവിനോട് തൗബ ചെയ്യുകയില്ല. അതുകൊണ്ട് തന്നെ ഇബ്ലീസിന് അത് ഏറ്റവും ഇഷ്ടമാണ്. അദ്ദേഹം പറയുകയാണ്, ലി അന്ന സ്വാഹിബൽ ബിദ്അത്തി, ബിദ്അത്തിന്റെ ആള് യളുന്നു അന്നഹു അലാ ഹഖ്, അയാൾ വിചാരിക്കുന്നത് ഞാൻ ഹഖിലാണ്, ഞാൻ സത്യത്തിലാണ്, ഞാൻ ചെയ്യുന്നതാണ് നേര് എന്ന് വിചാരിച്ചാണ് അയാൾ ചെയ്യുന്നത് എന്ന് സുഫിയാൻ സൗരി റഹിമഹുല്ല വിശദീകരിക്കുകയാണ്. എത്ര വ്യക്തമാണ്, എത്ര കൃത്യമാണ് എന്ന് നമ്മൾ ആലോചിക്കണം. ആളുകൾ ഈ രൂപത്തിലാണ് എല്ലാ ബിദ്അത്തുകളും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇമാം സുഫിയാൻ സൗരി റഹിമഹുല്ലയുടെ ഈ വചനം നമ്മളെ ഓരോരുത്തരെയും സമൂഹം ശരിക്ക് ഉറ്റാലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടുന്ന ഗൗരവപ്പെട്ട ഒരു കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ 23 വർഷക്കാലം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീനുൽ ഇസ്ലാം പൂർത്തിയാക്കി. നമ്മൾ മനസ്സിലാക്കിയതാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഹജ്ജത്തുൽ വദാഇന്റെ ദിവസത്തിൽ സഹാബിമാരോട് ചോദിക്കുകയാണ്, ഹൽ ബല്ലഗ്തു, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ ഏൽപ്പിച്ചിട്ടുള്ള ഈ ദീന് അത് മുഴുവനും ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടില്ലയോ? അലാ ഹൽ ബല്ലഗ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജിന്റെ സന്ദർഭത്തിൽ പല സന്ദർഭങ്ങളിലായിക്കൊണ്ട് ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട്, അല്ലാഹു തആല എന്നെ ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്വം അത് ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടില്ലയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് എല്ലാവരും ഒന്നടങ്കം പറഞ്ഞു, അതേ നബിയേ, അങ്ങ് ഞങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സാക്ഷി നിർത്തിക്കൊണ്ട് ആകാശത്തേക്ക് വിരലുയർത്തിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അല്ലാഹുമ്മ ഷ്ഹദ്, അല്ലാഹുമ്മ ഷ്ഹദ്, അല്ലാഹുവേ നീ സാക്ഷിയാണ്, നീ സാക്ഷിയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഖ്യാപിക്കുകയും ചെയ്തു. പ്രിയമുള്ളവരെ, ഈ ഇസ്ലാമിന്റെ എല്ലാ കാര്യങ്ങളും വ്യക്തമാണ്. അത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം, ഇത് റബീഉൽ അവ്വൽ മാസമാണ്. ഈ റബീഉൽ അവ്വൽ മാസത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുക എന്ന് പറയുന്ന ബിദ്അത്ത് സമൂഹത്തിൽ ഓരോ വർഷം കഴിയുന്തോറും പല രൂപത്തിലും കോലത്തിലും മാറി മാറി ഇന്ന് അത് വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണം. അത് എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്? വിശുദ്ധ ഖുർആൻ പറയുന്നു നോക്കൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് അല്ലാഹു തആല നമ്മളിലേക്ക് അയച്ചിട്ടുള്ള വലിയൊരു അനുഗ്രഹമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആൻ പ്രവാചകനെ കുറിച്ച് പറയുകയാണ്, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. അല്ലാഹു തആല വിശ്വാസികൾക്ക് ഒരു അനുഗ്രഹം ചെയ്തു കൊടുത്തതാണ്, അവരിൽ നിന്ന് തന്നെയുള്ള ഒരു റസൂലിനെ അയച്ചു എന്നുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മളിലേക്ക് അയച്ചത് അല്ലാഹു തആല നമുക്ക് ചെയ്തു തന്നിട്ടുള്ള വലിയ ഒരു നിഅമത്ത്, ഒരു അനുഗ്രഹമായി കൊണ്ടാണ് അല്ലാഹു തആല എടുത്തു പറയുന്നത്. ആ പ്രവാചകനെ സ്നേഹിക്കണം, ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അത് ആർക്കും അതിൽ സംശയവുമില്ല. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഖുൽ, പ്രവാചകരെ പറയണേ, ഇൻകാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅസ്വാജുകും വഅശീറതുകും വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹാ വതിജാറതൻ തഖ്ശൗന കസാദഹാ വമസാകിൻ തർദൗനഹാ അഹബ്ബ ഇലൈകും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലിഹി ഫതറബ്ബസൂ ഹത്താ يأتي الله بأمره والله لا يهدي القوم الفاسقين. അല്ലാഹു തആല പറയുകയാണ്, നബിയോട് പറയാൻ വേണ്ടി പറയുന്നു, നബിയെ പറയണം. എന്ത് പറയണം? നിങ്ങളുടെ പിതാക്കൾ, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ സഹോദരങ്ങൾ, നിങ്ങളുടെ ഇണകൾ, നിങ്ങളുടെ കുടുംബങ്ങൾ, നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയ നിങ്ങളുടെ ധനം, നിങ്ങൾ നഷ്ടം പേടിക്കുന്ന നിങ്ങളുടെ കച്ചവടം, അതുപോലെ തന്നെ നിങ്ങൾ തൃപ്തിപ്പെടുന്ന നിങ്ങളുടെ ഭവനം, നിങ്ങളുടെ താമസ സ്ഥലം, ഇതൊക്കെയാണ് അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലിഹി. അല്ലാഹുവിനേക്കാളും അവന്റെ റസൂലിനേക്കാളും
ജിഹാദിനേക്കാളും അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദിനേക്കാളും നിങ്ങൾക്ക് പ്രിയങ്കരമെങ്കിൽ ഫതറബ്ബസൂ ഹത്താ യഅതിയല്ലാഹു ബിഅംരിഹി, അല്ലാഹു തആല അവന്റെ കൽപ്പന വരുന്നതിന് നിങ്ങൾ കൊണ്ടുവരുന്നത് നിങ്ങൾ കാത്തിരുന്നോളൂ. ഇന്നല്ലാഹ വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, അല്ലാഹു തആല അധർമ്മകാരികളെ ഒരിക്കലും ഹിദായത്തിലാക്കുകയില്ല. അല്ലാഹു തന്റെ റസൂലിനെ ഇഷ്ടപ്പെടണം. എത്രത്തോളം? നമ്മുടെ മാതാപിതാക്കളെക്കാൾ, മക്കളെക്കാൾ, സഹോദരങ്ങളെക്കാൾ, അതുപോലെ തന്നെ ഇണയേക്കാൾ, നമ്മുടെ സമ്പാദ്യത്തെക്കാൾ, നമ്മുടെ കച്ചവടത്തെക്കാൾ, നമ്മുടെ താമസ സ്ഥലത്തേക്കാൾ, എല്ലാത്തിനേക്കാളും കൂടുതൽ അല്ലാഹുവിനെയും റസൂലിനെയും അതുപോലെ തന്നെ അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദിനെയും നമ്മൾ ഇഷ്ടപ്പെടണമെന്നാണ് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പ്രഖ്യാപിക്കുന്നത്. ഇനി നിങ്ങൾ നോക്കൂ, അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് അല്ലാഹു തആല പറയുകയാണ്, ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. നിങ്ങൾക്കിതാ നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു റസൂൽ വന്നിരിക്കുന്നു. എന്താ ആ റസൂലിന്റെ പ്രത്യേകത? എന്താണ് ആ റസൂലിന്റെ പ്രത്യേകത? ആ റസൂല് അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾ കഷ്ടപ്പെടുന്നത് പ്രവാചകന് വല്ലാത്ത വിഷമമാണ്. നമ്മളെങ്ങാനും പിഴച്ചു പോയി ഒരാൾ നരകത്തിൽ പോകുക എന്ന് പറയുന്നത് അത് അല്ലാഹുവിന്റെ റസൂലിന് അത്രയും വലിയ വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ അല്ലാഹു ഹരീസുൻ അലൈക്കും, നിങ്ങളുടെ കാര്യത്തിൽ അങ്ങേയറ്റത്തെ താല്പര്യമുള്ള ആളുമാണ് റസൂലുള്ളാഹ്. ഒരാൾ സ്വർഗത്തിൽ പോവുക, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നതിൽ അല്ലാഹുവിന്റെ റസൂലിന് അതിനേക്കാളും വലിയ താല്പര്യമുള്ള ഒരു കാര്യമില്ല. അതുകൊണ്ട് തന്നെ എവിടെയും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കിട്ടുന്ന സന്ദർഭങ്ങളിലെല്ലാം ആളുകൾക്ക് ഈ ഹഖും ബാത്തിലും പ്രവാചകൻ പറഞ്ഞു കൊടുക്കും. ഇസ്ലാമിലേക്ക് ആളുകളെ ക്ഷണിച്ചുകൊണ്ടിരിക്കും. എന്തിന്? നരകത്തിൽ പോകുക എന്നതിനെ പേടിച്ചിട്ട്, സ്വർഗത്തിൽ പോകണമെന്ന താല്പര്യം കൊണ്ട്. മാത്രവുമല്ല, അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് വീണ്ടും അല്ലാഹു തആല പറയുകയാണ്, ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, മുഅ്മിനീങ്ങളോട് അങ്ങേയറ്റത്തെ ദയാലുവാണ്, കാരുണ്യവാനുമാണ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ നിങ്ങൾ, ഈ പ്രവാചകനെ നമ്മൾ സ്നേഹിക്കണം. ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, സലാസും മൻ കുന്ന ഫീഹി വജദ ഹലാവത്തൽ ഈമാൻ, 3 കാര്യങ്ങൾ ഒരാൾക്കുണ്ടെങ്കിൽ അവൻ ഈമാൻ ആസ്വദിച്ചു എന്നാണ്. അതിൽ ഒന്നാമതായിക്കൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞത് എന്താണെന്നറിയോ? അയ്യകൂനല്ലാഹ വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ, നമുക്ക് ഏറ്റവും പ്രിയങ്കരം അല്ലാഹുവും റസൂലുമായി തീരാണ്. അതുണ്ടോ? ഈമാൻ ഉണ്ട് എന്ന അർത്ഥം. രണ്ടാമത് പ്രവാചകൻ പറഞ്ഞു, അല്ലാഹുവിന് വേണ്ടി മറ്റുള്ള ഇഷ്ടപ്പെടുക. നമ്മളൊരാളെ കൂട്ടുകാരനായി തെരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ, നമ്മളൊരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം. അള്ളാഹു തൃപ്തിപ്പെടുന്ന രൂപത്തിൽ, അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയായിരിക്കണം നമ്മൾ സ്നേഹിക്കേണ്ടത്. അങ്ങനെയാണോ? അതും ഈമാൻ ആസ്വദിച്ചു എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. നരകത്തിലേക്ക് എറിയപ്പെടുന്നതിനേക്കാളും കുഫറിലേക്ക് മടങ്ങിപ്പോകുന്നതിനെ കുറിച്ചുള്ള വെറുപ്പ് അതും ഒരാൾക്കുണ്ട് എന്നുള്ളത് ഈമാനിന്റെ അടയാളമായി കൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മാത്രവുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വല്ലദീ നഫ്സീ ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. എന്നിട്ട് നബി പറയുകയാണ്, ലാ യുഅ്മിനു അഹദുകും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. മാതാപിതാക്കളെക്കാൾ, മക്കളെക്കാൾ, ലോകത്തുള്ള മുഴുവൻ ആളുകളെക്കാളും, കണ്ടോ, മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും ലോകത്തുള്ള മുഴുവൻ ആളുകളെക്കാളും ഞാൻ അവൻക്ക് പ്രിയങ്കരമാകുന്നത് വരെ, ഞാൻ ഒരാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാകുന്നത് വരെ നിങ്ങളിൽ ഒരാളും മുഅ്മിനാവൂല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനമാണ്. ഇതൊക്കെ തന്നെയാണ് വിശ്വാസികളെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാൻ പ്രേരിപ്പിക്കുന്ന പ്രധാന ഘടകവും എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. ഇനി നിങ്ങൾ നോക്കൂ, മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു നബിയോട് പറഞ്ഞു, വല്ലാഹി യാ റസൂലല്ലാഹ് ല അൻത അഹബ്ബു ഇലയ്യ മിൻ കുല്ലി ഷൈഇൻ ഇല്ലാ നഫ്സി.
അള്ളാന്റെ റസൂലേ, ഞാൻ കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം നിങ്ങളെയാണ്, ഞാൻ കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം നിങ്ങളെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്. ആ സമയത്ത് ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ വല്ലദീ നഫ്സി ബിയദിഹി ഹത്താ അകൂന അഹബ്ബ ഇലൈക മിൻ നഫ്സിക്. ഉമറേ, ശരിയായിട്ടില്ല, അതുപോരാ, പിന്നെ എങ്ങനെ പറയണം? നബി പറയാണ്, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. ഹത്താ അകൂന അഹബ്ബ ഇലൈക മിൻ നഫ്സിക, നിനക്ക് നിന്റെ ദേഹത്തെക്കാളും കൂടുതൽ ഇഷ്ടം എന്നോടായിരിക്കണം, എന്നെയായിരിക്കണം, എന്നാലേ ശരിയാവുള്ളൂ എന്ന് പറഞ്ഞു. ഖാല ഉമർ ഫഅൻത അൽആൻ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ശരി, നാ അങ്ങനെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അഹബ്ബു ഇലയ്യ മിൻ നഫ്സി, നബിയെ, എനിക്ക് എന്നേക്കാളും ഇഷ്ടം അങ്ങയെയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽആൻ യാ ഉമർ, ഉമറേ, ഇപ്പോഴാണ് ശരിയായത്, ഇപ്പോഴാണ് ശരിയായത്, പൂർണ്ണമായത് ഇപ്പോഴാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹു അൻഹുവോട് പറയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? സ്വന്തത്തെക്കാൾ കൂടുതൽ നമുക്ക് ഇഷ്ടം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടായിരിക്കണം എന്നാണ്. നിങ്ങൾ നോക്കൂ, മഹാനായ ഇമാം തബറാനി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം, ആയിഷ റളിയല്ലാഹു അൻഹയാണ് പറയുന്നത്, ജാഅ റജുലുൻ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് പ്രവാചകനോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നക ല അഹബ്ബു ഇലയ്യ മിൻ നഫ്സി, എനിക്ക് എന്നേക്കാൾ ഏറ്റവും പ്രിയങ്കരം അങ്ങയാണ്, പക്ഷേ എനിക്ക് ചില വിഷമമുണ്ട്. എന്താണെന്നറിയോ? വഇന്നക ല അഹബ്ബു ഇലയ്യ മിൻ അഹ്ലി വമാലി വഇന്നക ല അഹബ്ബു ഇലയ്യ മിൻ വലദി വഇന്നി ല അകൂനു ഫിൽ ബൈതി ഫഅദ്കുറുക ഫമാ അസ്ബറു ഹത്താ ആതി ഫൻദുറ ഇലൈക. എനിക്ക് എന്റെ മാതാപിതാക്കളെക്കാൾ, മക്കളെക്കാൾ, എല്ലാവരെക്കാളും ഇഷ്ടം നബിയെ അങ്ങാണ്. പക്ഷേ ഞാൻ എന്റെ വീട്ടിലിരുന്നിട്ട് അങ്ങയെ പറ്റി ഇങ്ങനെ ആലോചിക്കുമ്പോ എനിക്ക് അങ്ങയുടെ സന്നിധിയിൽ വന്നിട്ട് അങ്ങയെ കാണാൻ പറ്റുമല്ലോ. എന്നാൽ പക്ഷേ ഞാൻ അതിന്റെ കൂടെ ഞാൻ ഓർക്കും, എന്റെ മരണത്തെപ്പറ്റിയും അങ്ങയുടെ മരണത്തെപ്പറ്റിയും ഓർക്കും. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ, അങ്ങ് മരണപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അങ്ങയെ കാണാൻ പറ്റില്ലല്ലോ. എന്നിട്ട് പ്രവാചകനോട് പറയുകയാണ്, അറഫ്തു അന്നക ഇദാ ദഖൽതൽ ജന്നത റുഫിഅത മഅൻ നബിയീൻ, അങ്ങ് മരണപ്പെട്ടാൽ അങ്ങ് സ്വർഗത്തിൽ പ്രവാചകന്മാരുടെ കൂടെ ആ ഒരു സ്ഥാനത്തേക്ക് അങ്ങ് ഉയർത്തപ്പെടുമല്ലോ. വഇന്നി ഇദാ ദഖൽതുൽ ജന്നത ഖശീതു അൻ ലാ അറാക്, ആ സ്വർഗത്തിൽ ഞാൻ എത്തിയാൽ അങ്ങയെ എനിക്ക് കാണാൻ പറ്റില്ലേ എന്ന പേടിയാണ് നബിയേ. നബിയോട് വിഷമം പറയുകയാണ് സഹാബത്ത്. ആ സമയത്ത് ഫലം യറുദ്ദ അലൈഹി നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹത്താ നസല ജിബ്രീൽ അലൈഹിസ്സലാം ബിഹാദിഹിൽ ആയ വമൻ യുതിഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ ഈ ആയത്തുമായി ഇറങ്ങുന്നത് വരെ അല്ലാഹുവിന്റെ റസൂൽ ഒരു മറുപടിയും കൊടുത്തില്ല. എന്താണ് ഈ ആയത്തിൽ പറയുന്നത്? ഈ ആയത്ത് അങ്ങോട്ട് ഓതിക്കൊടുത്തു. എന്താണ് ആയത്ത്? വമൻ യുതിഇല്ലാഹ വറസൂല, ആര് അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുന്നുവോ, ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ, അവർ നാളെ സ്വർഗ്ഗത്തിൽ അമ്പിയാക്കളുടെ കൂടെ, ശുഹദാക്കളുടെ കൂടെ, സ്വാലിഹീങ്ങളുടെ കൂടെ, സിദ്ദീഖീങ്ങളുടെ കൂടെയായിരിക്കും. വഹസുന ഉലൈക റഫീഖാ, അവരെത്ര നല്ല കൂട്ടുകാരാണ്. ഈ അങ്ങോട്ട് ഓതിക്കൊടുത്തു എന്നാണ്. നോക്കൂ നിങ്ങൾക്ക് സ്വഹാബത്തിന്റെ വിഷമം എന്താ? സ്വഹാബത്തിന്റെ വിഷമം മരിക്കുന്നത് വരെ ഒന്ന് കാണാൻ പൂതിയാകുമ്പോൾ നബിയുടെ സന്നിധിയിൽ വന്നാൽ കാണാലോ. മരണപ്പെട്ടു കഴിഞ്ഞാൽ നബിയെ നിങ്ങൾ സ്വർഗത്തിൽ പ്രവാചകന്മാരുടെ അമ്പിയാക്കളുടെ കൂടെയാണ്, എനിക്ക് കാണാൻ പറ്റില്ലേ എന്ന പേടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പങ്കുവെക്കുകയാണ് സുഹൃത്തുക്കളെ സഹാബത്ത്. ആലോചിച്ചു നോക്കൂ, ആ സഹാബത്തിനൊക്കെ പ്രവാചകനോടുള്ള സ്നേഹം എത്രയായിരുന്നു എന്ന്. അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതുപോലെ തന്നെ മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ ശത്രുക്കൾ കൊലമരത്തിൽ
കയറ്റാൻ വേണ്ടി നിൽക്കുകയാണ്, കൊല്ലാൻ വേണ്ടി നിൽക്കുകയാണ്. ആ സമയത്ത് അബൂ സുഫിയാൻ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, ഖുബൈബേ അതുഹിബ്ബു അന്ന മുഹമ്മദൻ അൽആന ഇൻദനാ മകാനക നദ്രിബു ഉനുഖഹു വഅന്നക ഫീ അഹ്ലിക. അല്ല ഖുബൈബേ, നീ നിൽക്കുന്ന ഈ സ്ഥാനത്ത് മുഹമ്മദ് ആണ് നീ എന്ന് സങ്കല്പിക്കുക. നീ നിന്റെ വീട്ടിലുമാണ്, മുഹമ്മദാണ് ഈ കൊലമരത്തിലേക്ക് കയറാൻ നിൽക്കുന്നത്. മുഹമ്മദിന്റെ തലവെട്ടുന്ന ആ രംഗത്തെ പറ്റി നീ ഒന്ന് ആലോചിച്ചു നോക്ക്, എന്താ നിന്റെ അഭിപ്രായം? അബൂ സുഫിയാൻ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്. ഫഖാല ഖുബൈബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, വല്ലാഹ്, അല്ലാഹുവാണ് സത്യം, മാ ഉഹിബ്ബു അന്ന മുഹമ്മദൻ അൽആന ഫീ മകാനിഹി അല്ലദീ ഹുവ ഫീഹി തുസീബുഹു ശൗകതൻ തുഅദീഹി വഅന്നി ജാലിസുൻ ഫീ അഹ്ലി. ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ കുടുംബത്തോട് കൂടി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ പ്രവാചകന്റെ കാലിൽ ഒരു മുള്ള് തറച്ചിരിക്കുന്നു എന്നറിഞ്ഞാൽ അതുപോലും എനിക്ക് സഹിക്കാൻ സാധിക്കുകയില്ല. പിന്നെയാണോ ഈ തലവെട്ടൽ? ഖുബൈബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് എന്നിട്ട് പറയുകയാണ്. എന്നിട്ട് അബൂ സുഫിയാൻ പിന്നീട് ഈ രംഗം ഓർത്തിട്ട് പറയുന്നുണ്ട്, മാ റഅയ്തു മിനൻ നാസി അഹദൻ യുഹിബ്ബു അഹദൻ കഹുബ്ബി അസ്ഹാബി മുഹമ്മദിൻ മുഹമ്മദാ. അബൂ സുഫിയാൻ പറയുകയാണ്, മുഹമ്മദിന്റെ സഹാബിമാര് മുഹമ്മദിനെ ഇഷ്ടപ്പെടുന്നത് പോലെ ഒരു അനുയായികളും സ്വന്തം നേതാവിനെ ഇഷ്ടപ്പെടുന്നത് ഞാൻ കണ്ടിട്ടേയില്ല. എന്ത് മനസ്സിലാക്കണം നമ്മൾ? സഹാബിമാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുത്ത സ്നേഹവും ആ സ്ഥാനവും എത്രത്തോളമായിരുന്നു എന്നുള്ളത് പ്രിയമുള്ളവരെ നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധ്യമല്ല. നമ്മൾക്കൊന്ന് ആലോചിച്ച് നോക്കൂ. നമുക്കൊക്കെ റസൂലുള്ളാഹിയോട് സ്നേഹല്ലേ? ഉണ്ട്. ആരാ നബിനെ ഇഷ്ടമില്ല എന്ന് പറയാ? നബിനെ ഇഷ്ടല്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് പറയാ. അള്ളാഹു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം നബിയാണ് എന്ന് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. പക്ഷേ അതൊക്കെ പലപ്പോഴും എത്രത്തോളം പ്രവൃത്തിപരത്തിൽ കൊണ്ടുവരുന്നു എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. സഹാബിമാർ അല്ലാഹുവിന്റെ റസൂലിനെ എത്ര കണ്ടാണ് സ്നേഹിച്ചത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഒരു ബിദ്അത്താകുന്ന സമ്പ്രദായം വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഇനി മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് സുഹൃത്തുക്കളെ. നബിദിനാഘോഷം എന്ന് പറയുന്ന ഒരു കാര്യം ഇസ്ലാമിൽ ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. ഉണ്ടോ? ഇല്ല. നബിദിനാഘോഷം എന്ന് പറയുന്ന ഒരു കാര്യം ഇസ്ലാമിൽ ഇല്ല. നമ്മൾ ശരിക്കും മനസ്സിലാക്കുക, വിശുദ്ധ ഖുർആനിൽ നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട് അക്ഷരങ്ങൾ ഖുർആനിൽ ഇല്ല. ഒന്ന്, ഹദീസിന്റെ എത്രയോ കിതാബുകളുണ്ട്. സഹീഹുൽ ബുഖാരിയും സഹീഹ് മുസ്ലിമും തുടങ്ങിയ ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ നമ്മളൊക്കെ എത്രയോ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തവരാണല്ലോ. ഒരൊറ്റ ഹദീസ് ഗ്രന്ഥത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാബ് പോലും നമുക്ക് കാണാൻ പറ്റൂല. ഒരു അധ്യായം പോലും നമുക്ക് കാണാൻ പറ്റൂല. ഒരു ഹദീസ് കൊടുത്തിട്ട് ഈ സഹീഹുൽ ബുഖാരിയിൽ യൗമു ആശൂറ, യൗമു താസുഅ, അതുപോലെ തന്നെ അറഫ, ഇങ്ങനെ തുടങ്ങുന്ന നമ്മൾ ആചരിക്കുന്ന ഇസ്ലാമികമായ എന്തെല്ലാം അനുഷ്ഠാന മുറകളുണ്ടോ അതിനെപ്പറ്റിയൊക്കെ സഹീഹുൽ ബുഖാരിയിലും സഹീഹ് മുസ്ലിമിലും നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ഈ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ എവിടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരക്ഷരം പണ്ഡിതന്മാർ കൊടുത്ത് നമുക്ക് കാണാൻ പറ്റില്ല. കാരണം എന്താ? അങ്ങനത്തെ ഒരു സമ്പ്രദായം ഇസ്ലാമിൽ ഇല്ല എന്നുള്ളതാണ്. ഇസ്ലാമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുന്നതിന്റെ ഒരു വരി ഇസ്ലാമിക പ്രമാണങ്ങളിൽ എവിടെയും നമുക്ക് കാണാൻ സാധിക്കൂല. അതൊക്കെ ഇസ്ലാമിക ലോകത്ത് പിന്നീട് കടത്തിക്കൂട്ടിയതാണ്. ആര്? ഫാത്തിമിയാക്കൾ എന്ന് പറയുന്ന ഷിയാക്കളിലെ ഏറ്റവും പിഴച്ച കക്ഷികളാണ് അത് കൊണ്ടുവന്നത്. എന്തിനാ കൊണ്ടുവന്നത്? എല്ലാവർക്കും അറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെടുന്നത് റബീഉൽ അവ്വൽ 12-നാണ്. ആ റബീഉൽ അവ്വൽ 12-ന് തന്നെ മുസ്ലിം പ്രവാചകനെ സ്നേഹിക്കുന്ന മുസ്ലിങ്ങളെ കൊണ്ട് ആ ഒരു ദിവസത്തിൽ തുള്ളിച്ചാടിപ്പിക്കാൻ വേണ്ടി ഇസ്ലാമിന്റെ ശത്രുക്കൾ കൊണ്ടുവന്നിട്ടുള്ള ദുരാചാരമാണ് എന്നുള്ളത് ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് ഇതൊന്നും അറിയാതെ പാത്രവും ദഫും എടുത്ത് ആ മുട്ടി തുള്ളിച്ചാടി റോട്ടിലൂടെ ഈ റബീഉൽ അവ്വൽ 12-ന് പോകുന്ന വിവരമില്ലാത്ത ആളുകളുടെ
ഓർത്ത് സഹതപിക്കുകയല്ലാതെ മറ്റെന്ത് വഴിയാണുള്ളത്? എത്ര പറഞ്ഞാലും ആളുകൾ ഇത് കേൾക്കാനോ മനസ്സിലാക്കാനോ ഉൾക്കൊള്ളാനോ തയ്യാറാകുന്നില്ല എന്നുള്ളത് വേദനയോടുകൂടിയേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സുഹൃത്തുക്കളെ, നമ്മൾ ആലോചിക്കുക. നബിദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത് അതിന് ഒരു അസ്ലുമില്ല എന്ന്. ഖുർആനിലും ഹദീസിലും ഒരു അസ്ലും സഹാബിമാരിൽ നിന്നോ ഒന്നും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല എന്ന് പണ്ഡിതന്മാർ സംശയലേശമന്യേ പ്രഖ്യാപിച്ചിട്ടും ഇതൊന്നും കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് സമൂഹത്തിൽ ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ നടത്തുന്ന ഈ കൂത്താട്ടം, ഈ ജന്മദിന ആഘോഷം, അതിന്റെ പേരിൽ നടത്തുന്ന അന്നദാനം, അതിന്റെ പേരിൽ നടത്തുന്ന എന്തെല്ലാമുണ്ടോ അത് മുഴുവനും ബിദ്അത്താണ്. കുല്ലു ബിദ്അത്തിൻ ളലാല ഫകുല്ലു ളലാലത്തിൻ ഫിന്നാർ. സർവ്വതും ബിദ്അത്താണ്, ബിദ്അത്ത് മുഴുവനും ളലാലത്താണ്, ളലാലത്ത് മുഴുവനും നരകത്തിലാണ് എന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനത്തെ നമ്മൾ ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഇപ്പോ യൗമു അറഫ ദിവസത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെ നമ്മൾ പലതും മനസ്സിലാക്കിയതാണ്. യൗമു ആശൂറ അതിനെ പറ്റിയൊക്കെ ഹദീസുകളിലുണ്ട്. ഇസ്ലാമിലെ എല്ലാ അനുഷ്ഠാന കർമ്മങ്ങളെ കുറിച്ചും ഉണ്ട്. പെരുന്നാൾ ദിവസങ്ങൾ, ഈദുൽ ഫിത്റും ഈദുൽ അദ്ഹയും, അതിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ എന്തൊക്കെ ചെയ്യണമെന്ന് ഇസ്ലാമിന്റെ പ്രമാണങ്ങളിലില്ലേ? എന്നാൽ നബിദിനം എന്ന് പറയുന്ന ഇസ്ലാമികമായ ഒരു കാര്യമാണെങ്കിൽ ആ ദിവസത്തിൽ എന്തൊക്കെ ചെയ്യണമെന്ന് ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ആർക്കാ വിശദീകരിക്കാൻ പറ്റുക? ആർക്കും കഴിയൂല. കാരണം എന്താ? അങ്ങനത്തെ ഒന്നുമില്ല. നബിദിനത്തിന്റെ അന്ന് പ്രത്യേക നിസ്കാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടോ? ആ നബിദിനത്തിന്റെ അന്ന് എന്തൊക്കെ ചെയ്യണം എന്നതിനെ പറ്റി എവിടെയും നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഓരോ കൊല്ലം കഴിയും തോറും പുതിയ പുതിയ പ്രവർത്തനങ്ങളാണ് ഈ ഒരു ദിവസത്തിൽ വരുന്നത്. കാരണം എന്താ? ഇസ്ലാമിൽ ഇല്ലാത്തൊരു കാര്യമാണ്. ഈദുൽ ഫിത്റിനോ ഈദുൽ അദ്ഹക്കോ എത്ര കഴിഞ്ഞാലും അതിന് പുതിയ ഒരു ആചാരം അന്ന് പ്രത്യേകമായി വരുന്നില്ല. കാരണം എന്താ? ഈദുൽ ഫിത്റിനും ഈദുൽ അദ്ഹക്കും എന്ത് ചെയ്യണമെന്ന് അള്ളാഹുവിന്റെ ദീനിൽ വ്യക്തമാണ്. അതിനപ്പുറത്തേക്ക് മുസ്ലിങ്ങൾ ആരും പോണില്ല. ഉണ്ടോ? ആരും പോണില്ലല്ലോ. കാരണം എന്താ? അത് കൃത്യമാണ്. നബിദിനം എന്ന് പറയുന്നതിന് ഒരു അസ്ലും ഇല്ല. അതുകൊണ്ട് അത് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ആളുകൾ ഓരോ കൊല്ലം കഴിയും തോറും അതിന്റെ പേരിൽ പലതും പുതിയ രൂപവും ഭാവവും നൽകിക്കൊണ്ടിങ്ങനെ അത് ആചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മളൊക്കെ കാണുന്നു പുണ്യ റബീഇന് സ്വാഗതം, അല്ലെങ്കിൽ പുണ്യ റബീഇന് ആശംസകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇങ്ങനത്തെ റബീഉൽ അവ്വൽ മാസത്തിൽ എന്ത് പുണ്യാണുള്ളത്? റബീഉൽ അവ്വൽ മാസത്തിന് എന്തെങ്കിലും പുണ്യമുണ്ടോ? റബീഉൽ അവ്വൽ മാസത്തിൽ, അതിന്റെ തൊട്ട് മുമ്പുള്ള സഫർ മാസത്തിൽ ഇല്ലാത്ത ഒരു പ്രത്യേകതയും റബീഉൽ അവ്വലിൽ ഇല്ല. റബീഉൽ അവ്വൽ കഴിഞ്ഞിട്ട് റബീഉൽ ആഖിറിൽ ഇല്ലാത്തൊരു പ്രത്യേകതയും റബീഉൽ അവ്വലിൽ ഇല്ല. ഒന്നുമില്ല. സഫർ മാസത്തിൽ എന്തൊക്കെ ചെയ്യാനുണ്ടോ അതേ റബീഉൽ അവ്വലും ചെയ്യാനുള്ളൂ. അത് കഴിഞ്ഞിട്ട് റബീഉൽ ആഖിറിൽ എന്തൊക്കെ ചെയ്യാനുണ്ടോ അതേ റബീഉൽ അവ്വലും ചെയ്യാനുള്ളൂ. അതിനപ്പുറത്തേക്ക് ഒരു കാര്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചതിന്റെ പേരിൽ നമുക്കൊന്നും ചെയ്യാനില്ല. അത് വ്യക്തമാണ്, കൃത്യമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് പലരും പറയുന്നത് പെരുന്നാളിനേക്കാളും വലിയ സന്തോഷം, പെരുന്നാളിനേക്കാളും വലിയ ആഘോഷം, ചിലർ ലൈലത്തുൽ ഖദറിനേക്കാളും നല്ല രാവ് എന്നൊക്കെ പറയുന്നത്. നഊദു ബില്ലാഹ്. ലൈലത്തുൽ ഖദറിനേക്കാളും വലിയ രാവാണ്, ദിവസമാണ്. ആലോചിച്ച് നോക്കി. ഇസ്ലാമിലില്ലാത്ത ലൈലത്തുൽ ഖദറിനെ കുറിച്ച് ഏത് ചെറിയ കുട്ടികൾക്കും അറിയാം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. അതിന്റെ പുണ്യം വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കി. എന്നാൽ റബീഉൽ അവ്വൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തിന്റെ അന്ന് എന്ത് പ്രത്യേകതയാണുള്ളത്? എന്ത് പ്രത്യേകതയാണുള്ളത്? ഖുർആനിലുണ്ടോ? ഹദീസിലുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തിന്റെ അന്ന് ഒരു പ്രത്യേകമായ ഒരു പുണ്യവും ഉള്ളതായിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഇസ്ലാമിൽ, ദീനുൽ ഇസ്ലാമിൽ പഠിപ്പിച്ചിട്ടില്ല. പിന്നെ ഇതൊക്കെ എവിടുന്ന് കിട്ടി? ശിയാക്കളിൽ നിന്നും കിട്ടുകയും പിന്നീട് അതിന്റെ പേരിൽ പറഞ്ഞ് പെരുപ്പിച്ച് പല രൂപത്തിലുള്ള പുണ്യങ്ങളും ഉണ്ടാക്കിക്കൊണ്ട് അത് ആളുകളുടെ മേൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് അന്ന് കുറെ തിന്നുക എന്നുള്ളതല്ലാതെ മറ്റെന്താണ് അന്ന് നടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി നമ്മൾ മനസ്സിലാക്കുക, വിശുദ്ധ ഖുർആൻ അത് ഏറ്റവും നന്നായി മനസ്സിലാക്കിയതാരാ?
അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആണല്ലോ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആനിലെ ഏതെങ്കിലും ഒരു ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരു അമല്, ഇസ്ലാമിലെ ഏതെങ്കിലും ഒരു അമല് ചെയ്യാതെ പോയിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. ഖുർആനിൽ എന്തെല്ലാം അമലുകളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചിട്ടുണ്ടോ ആ അമലുകളൊക്കെയും ജീവിതത്തിലൂടെ കാണിച്ചു കൊടുത്തിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തോട് വിട പറഞ്ഞത്. നബിദിനം ആഘോഷിക്കാൻ വേണ്ടി പലരും പല ആയത്തുകളും ഓതും. അപ്പൊ ഇതൊന്നും അറിയാത്ത ആളുകൾ വിചാരിക്കും, പടച്ചോനെ, നബിദിനത്തിന്റെ പേരിൽ നബിദിനം ആഘോഷിക്കാനുള്ള തെളിവുകളാണല്ലോ ഈ ഓതുന്നത് എന്ന്. സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കുക, ഖുർആനിലെ ഏതെങ്കിലും ഒരു ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കാനുള്ള തെളിവാണ് എങ്കിൽ അത് ആദ്യം ആഘോഷിക്കേണ്ടത് ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. കാരണം ഖുർആൻ നബിയേക്കാളും കൂടുതൽ ഒരാൾ മനസ്സിലാക്കിയിട്ടില്ല. അത് കഴിഞ്ഞാൽ പിന്നെ സഹാബത്താണ്. സഹാബിമാർ എന്താ പറഞ്ഞത്? 10 ആയത്ത് ഞങ്ങൾ പഠിച്ചാൽ ആ 10 ആയത്തിൽ എന്തൊരു അമലാണോ പഠിപ്പിക്കുന്നത് ആ അമല് ചെയ്തിട്ടല്ലാതെ ഞങ്ങൾ അടുത്ത ആയത്തിലേക്ക് ഞങ്ങൾ പോകൂല. അങ്ങനെ ഓരോ ആയത്തിലും പഠിപ്പിക്കുന്ന അമലുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കാണിച്ചവരാണ് സഹാബിമാർ. ആ സഹാബിമാരിൽ ആരെങ്കിലും ഖുർആനിന്റെ ഫാത്തിഹ മുതൽ നാസ് വരെയുള്ള സൂറത്തുകളിലെ ഏതെങ്കിലും ഒരു ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരു ആയത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കാൻ ഉള്ള തെളിവായിരുന്നുവെങ്കിൽ സഹാബിമാർ റബീഉൽ അവ്വൽ മാസത്തിൽ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തിന്റെ അന്ന് എന്ത് ചെയ്യും? ആഘോഷിക്കുമായിരുന്നു. അപ്പൊ എന്ത് മനസ്സിലായി? ഖുർആനിലെ ഒരു ആയത്തും അല്ലാഹുവിന്റെ റസൂലിന്റെ ജന്മദിനം ആഘോഷിക്കാൻ ഒരു സൂചന പോലും നൽകുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ അത് നബിയും സഹാബത്തും ചെയ്യുമായിരുന്നു എന്നാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കുക, വിശുദ്ധ ഖുർആൻ, അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്, അത് പ്രവാചകനും സഹാബിമാരും നമുക്ക് ശരിയായ രൂപത്തിൽ കാണിച്ച് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ പ്രവാചകനും സഹാബത്തും കാണിച്ചു തന്ന ദീനാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റുള്ളൂ. അതല്ലാതെ ആര് കൊണ്ടുവന്നതാണെങ്കിലും ശരി, അത് നമ്മൾ ചെയ്താൽ അത് നമ്മൾ വഴികേടിലേക്കാണ് പോവുക. ആ വഴികേട് നമ്മൾ നരകത്തിലേക്കാണ് എത്തിക്കുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹഖ് ഹഖായി ബാത്തിൽ ബാത്തിലായി കൊണ്ട് മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നവരിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹമുള്ള വിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്നൊരിക്കൽ കൂടി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുന്നവർ പലപ്പോഴും പറയുന്ന ഒരു സംഭവമാണ് എന്ത്? അബൂലഹബിന് ഒരു അടിമ സ്ത്രീ ഉണ്ടായിരുന്നു, സുവൈബ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ദിവസത്തിൽ സുവൈബയെ അബൂലഹബ് എന്ത് ചെയ്തു? മോചിപ്പിച്ചു. ആ മോചിപ്പിച്ചതിന്റെ ഫലമായി കൊണ്ട് അബൂലഹബിന് നരകത്തിൽ ആ ദിവസത്തിൽ തണുത്ത വെള്ളം കിട്ടുന്നു എന്ന് അബൂലഹബ് പറഞ്ഞതായിക്കൊണ്ടുള്ള ഒരു ഉദ്ധരണി ആണ് പലപ്പോഴും പറയാറുള്ളത്. ഇത് ബുഖാരിയിൽ നമുക്ക് കാണാൻ സാധിക്കും. ബുഖാരിയിൽ ഒരു ഹദീസായി കൊണ്ടല്ല ഇമാം ബുഖാരി ഇത് കൊണ്ടുവരുന്നത്. പിന്നെയോ ഇമാം ബുഖാരി ഈ ഒരു സംഭവം കൊണ്ടുവരുന്നത് എന്ന് ചോദിച്ചാല് മുലകുടി ബന്ധവുമായി ബന്ധപ്പെട്ട വിഷയമാണ് അവിടെ പഠിപ്പിക്കുന്നത്. ഈ സുവൈബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുലകുടി ബന്ധത്തിലൂടെയുള്ള ഒരു ബന്ധമുണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് ഈ ഒരു സംഭവം കൊണ്ടുവരുന്നത്. അതല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട ആഘോഷത്തിനുള്ള തെളിവായി കൊണ്ടല്ല കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് നമ്മൾ ഒന്നാമതായി കൊണ്ട് മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് ഇതൊക്കെ ഇനി വേറെ മനസ്സിലാക്കുക, നരകത്തിൽ ഇവിടെ തണുത്ത വെള്ളം, നരകത്തിൽ തണുത്ത വെള്ളം. അബൂലഹബ പറഞ്ഞത് എന്ത്? എനിക്ക് എല്ലാ തിങ്കളാഴ്ചയും നരകത്തിൽ നിന്ന് തണുത്ത വെള്ളം കിട്ടുന്നുണ്ട്. അബൂലഹബ് നശിക്കട്ടെ എന്ന് ഖുർആൻ പറഞ്ഞു. അബൂലഹബിന്റെ വാക്കാണ് നബിദിനം ആഘോഷിക്കാൻ വേണ്ടി ഈ ആളുകൾ തെളിവായി കൊണ്ടുവരുന്നത്. എത്രത്തോളം
പരിതാപകരമായ അവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഇല്ലാത്ത കഥകളൊക്കെയാണ് ഇത്തരത്തിലുള്ള ആഘോഷത്തിന് തെളിവായി കൊണ്ടുവരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ പറയും വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ലോകത്തിന് അനുഗ്രഹമായിട്ടല്ലാതെ അയച്ചിട്ടില്ല. അല്ലല്ലോ, എല്ലാവർക്കും അനുഗ്രഹമായി കൊണ്ട് തന്നെയാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയച്ചത് അള്ളാഹു. അതിലാർക്കൊരു സംശയവുമില്ല. അതും നബിയുടെ ജന്മദിനം ആഘോഷിക്കാൻ തമ്മിൽ എന്താ ബന്ധമുള്ളത്? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ എന്ന ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കാനുള്ള തെളിവായിരുന്നുവെങ്കിൽ അത് ആദ്യം മനസ്സിലാക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്തത് ആരാകുമായിരുന്നു? നബിയും സഹാബിമാരും ചെയ്യണമായിരുന്നു. അപ്പൊ നബിക്കും സഹാബത്തിനൊന്നും മനസ്സിലാക്കാത്ത ഒരു ആശയം ഇബ്ലീസ് കൊണ്ടുവന്നതാണ് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളൂ. കാരണം നേരത്തെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു, സുഫിയാൻ സൗരി റഹിമഹുള്ളയുടെ വചനം, ബിദ്അത്താണ് ഇബ്ലീസിന് ഏറ്റവും ഇഷ്ടം. ആ ബിദ്അത്തിന് വേണ്ടിയിട്ടാണ് ഇബ്ലീസ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇബ്ലീസിന്റെ ആളുകൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതല്ലാതെ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ എന്ന ആയത്ത് ഒരിക്കലും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കാനുള്ള ഒരു തെളിവല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനിയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഘോഷിച്ചിട്ടില്ല. നബിയുടെ സഹാബിമാർ എത്ര ആയിരക്കണക്കിന് സഹാബിമാരുണ്ടായിരുന്നു. ഒരൊറ്റ സഹാബിമാരും ഒരു റബീഉൽ അവ്വൽ മാസം വന്നിട്ട് ഇന്ന് ഇത് നബിയുടെ ജന്മദിനം നടന്ന മാസാണല്ലോ എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിച്ചതിന്റെ ഒരു തെളിവും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. നബിയുടെ ഭാര്യമാർ, നബിയുടെ മക്കൾ, അതുപോലെ തന്നെ ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലത്ത്, അതുപോലെ തന്നെ താബിഈങ്ങൾ ആരും റബീഉൽ അവ്വൽ 12 ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ദിവസത്തിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അത് റമദാനിലാണ്, റബീഉൽ അവ്വലിലാണ്, പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഏതായിരുന്നാലും ശരി സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തിന്റെ പേരിൽ ഇവരാരും ഒരു പ്രത്യേകതയും പ്രത്യേക ആഘോഷവും നടത്തിയത് നമുക്ക് കാണാൻ പറ്റൂല. 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾ, ഇമാം അബൂ ഹനീഫ, ഇമാം മാലിക്, ഇമാം ഷാഫിഈ, ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹിം അജ്മഈൻ, ഇവർക്കൊക്കെ എത്ര കിതാബുകളുണ്ട്. ഇവരുടെ ഒന്നും കിതാബിൽ അരിച്ചു പൊറുക്കിയാൽ എവിടെയും ഒരു ഉദ്ധരണിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കാൻ തെളിവായി കൊണ്ട് കൊടുത്തതോ അങ്ങനത്തെ ആഘോഷത്തെ പറ്റിയോ ഒരക്ഷരവും ഉണ്ടെന്നില്ല. അതിന്റെ അർത്ഥം എന്താ? അന്നൊന്നും ഈ ഒരു സമ്പ്രദായം ഇല്ല എന്നുള്ളതാണ്. അതൊക്കെ പിന്നീട് ഇസ്ലാമിൽ കടത്തിക്കൂട്ടിയിട്ടുള്ള ദുരാചാരമാകുന്നു, ബിദ്അത്താകുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. ഏതായിരുന്നാലും സുഹൃത്തുക്കളെ, ഏറെ ഗൗരവപ്പെട്ട വിഷയമാണ്. നമ്മൾ ചില്ലറയായി കൊണ്ട് ഒരു നിസ്സാരമായി കൊണ്ട് കാണേണ്ടുന്ന ഒരു കാര്യമല്ല. എത്രയോ സഹോദരങ്ങൾ ഈ ഒരു ഹക്ക് മനസ്സിലാക്കാതെ ഏതൊക്കെയോ ഉസ്താദുമാർ പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇതിന് വലിയ പുണ്യമുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് ആ ദിവസത്തിൽ അന്നദാനം നടത്തുകയും അതുപോലെ തന്നെ പലതും ചൊല്ലിപ്പറയുകയും ആ ചൊല്ലിപ്പറയുന്ന കാര്യങ്ങളിലൊക്കെ പറയുന്ന എത്രയോ ബിദ്അത്തുകളും ശിർക്കിന്റെയും വരികളൊക്കെ ഉണ്ട്. അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. ഈ നബിദിനം ആഘോഷിക്കുക എന്ന ഈ ഒരു സമ്പ്രദായം തന്നെ തെറ്റാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇതൊന്നും അറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. കുടുംബത്തിലുണ്ടാകും, കൂട്ടുകാരിലുണ്ടാകും, നമ്മുടെ സഹപ്രവർത്തകരിൽ ഉണ്ടാകും, എല്ലാവരിലും ഉണ്ടാകും. സുഹൃത്തുക്കളെ, നമ്മളിത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, നമ്മളിത് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഇല്ല എന്നുള്ളത് ബോധ്യപ്പെടുത്തി കൊടുത്ത് ആരെങ്കിലും ഈ ഒരു ബിദ്അത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ അതിനേക്കാളും വലിയൊരു ഖൈർ നമുക്കില്ല. അതുകൊണ്ട് നമ്മൾ നമ്മുടെ പരിചയത്തിലുള്ള ആളുകളെ ഈ ഒരു ബിദ്അത്താകുന്ന ഈ ദുരാചാരത്തിന്റെ അപകടത്തെ സംബന്ധിച്ചും ഇതും ഇസ്ലാമും തമ്മിലുള്ള എന്ത് ബന്ധം എന്നുള്ളത് നമ്മൾ അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അല്ലാഹുവിന്റെ ദീൻ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് യഥാർത്ഥ രൂപത്തിൽ യഥാർത്ഥ മുഅ്മിനായി മുത്തഖിയായി ജീവിക്കാനുള്ള തൗഫീഖ് നാഥൻ നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്നും വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും നീ ഞങ്ങൾക്ക് പുറത്ത് മാപ്പ് തരണേ റഹ്മാനെ. അല്ലാഹുവേ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ യഥാവിധം ഇത്തിബാഅ് ചെയ്തുകൊണ്ട് പ്രവാചകനെ അനുസരിച്ചുകൊണ്ട് യഥാർത്ഥ രൂപത്തിൽ പ്രവാചകനെ
ആഗ്രഹിക്കുന്ന നല്ലവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.